എങ്ങനെ പുരോഗമിക്കുന്നു ചൂരൽമലയിലെ തെരച്ചിൽ? അജിംസ്, ഞാനൊരു സ്പോട്ട് കാണിച്ചു തരാം. നമുക്ക് ഒരേ സമയം വലിയ ഞെട്ടലും അതേസമയം ചെറിയൊരു ആശ്വാസം നൽകുന്ന ഒരൊറ്റ സ്പോട്ട്. ഷർട്ട് അങ്ങോട്ട് കാണിച്ചേ. അജിംസ് കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അകലെ ആ വലിയ മലയുടെ ചെറിയൊരു പൊട്ടുപോലെ നമുക്ക് കാണാം. ആ ഭാഗമാണ് പൊട്ടിയത്. എന്ന് വെച്ചാൽ ഈ ചൂരൽമലയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വെറും ഒരു പൊട്ടുപോലെ മാത്രം കാണാൻ പറ്റുന്ന ആ ഒരു ഇടം എന്ന് വെച്ചാൽ അത്രയും പ്രവിശാലമായ ആ മലയുടെ ചെറിയ ഒരു ഭാഗം മാത്രം പൊട്ടി വന്ന വരവാണ് ഈ കാണുന്നത്. ഇനി ആ വന്ന വരവ് ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ കാണുന്ന ഉരുളൻ കല്ലുകൾ കാണാം. എന്ന് വെച്ചാൽ ആ ചെറിയ പൊട്ടുപോലെ കാണുന്ന ഭാഗത്തു നിന്ന് ഇതുവരെ എത്താൻ ഏകദേശം 1 കിലോമീറ്റർ ദൂരെ ഉണ്ടാവും. ആ ഒരു ഒറ്റ കിലോമീറ്റർ ഇത്രയും വലിപ്പത്തിലുള്ള ഉരുളൻ കല്ലുകളൊക്കെ ഇങ്ങോട്ട് എത്തുകയാണ്. ആ വഴിയിലുള്ള മുഴുവൻ സംഗതികളും ആ 1 കിലോമീറ്റർ ദൂരത്തിൽ മുണ്ടക്കയും പുഞ്ചിരിമട്ടവും ഉൾപ്പെടെയുള്ള മുഴുവൻ വഴികളും തുടച്ചു നീക്കിക്കൊണ്ട് കാർന്ന് തിന്നുകൊണ്ട് വരികയാണ്. അപ്പൊ ഇതിനകത്ത് ഒരു ഞെട്ടൽ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും ഞെട്ടൽ എന്ന് പറയുന്നത് അത്രയും ചെറിയൊരു ഭാഗം പൊട്ടി വന്നതാണല്ലോ ഇത്രയും വലിയൊരു മഹാദുരന്തത്തിൽ കലാശത് എന്നുള്ളത് ഒരു കാര്യം. ഒപ്പം ആ അത്രയും വലിയ മലയുടെ ഒരു ചെറിയ ഭാഗം മാത്രമല്ലേ പൊട്ടിയുള്ളൂ. വേറൊരു ഭാഗം, ഒരു വലിയ ഭാഗം പൊട്ടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് ആശങ്കയോട് കൂടി ഓർക്കുമ്പോൾ അതൊരു ചെറിയ ആശ്വാസം കൂടി നമുക്ക് നൽകുകയാണ്. അപ്പോൾ പ്രകൃതി ദുരന്തത്തിന് മുന്നിൽ നമ്മൾ എത്രമേൽ നിസ്സഹായരാണ് എന്ന് അജിംസ് ശരിക്കും നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ടല്ലോ, അത് അവിശ്വസനീയം, വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമുക്കിവിടെ വിശ്വസിക്കാൻ കഴിയില്ല. മുണ്ടക്കയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ആ പള്ളിയുടെ മുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പല കുറി വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോഴും ഒക്കെ സുരക്ഷിത സ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആളുകൾ വന്ന് പാർക്കുന്ന ഇടമാണ് ആ പള്ളി, പൊട്ടിപ്പൊളിഞ്ഞ ആ പള്ളി. ആ പള്ളിയുടെ മുകളിൽ ആ പള്ളിയുടെ രണ്ടാമത്തെ നിലയുടെ സൺഷെയ്ഡിൽ വരെ വെള്ളം എത്തി എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രദേശവാസി പറയാണ്, ഒരു 2 തെങ്ങ് പൂർണ്ണ വളർച്ചയെത്തിയ 2 തെങ്ങിന്റെ ഉയരത്തിൽ വെള്ളം വന്നു മൂടിയേട്ട എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. എന്താണപ്പോ ആ വന്നത്, എന്തായിരുന്നു ആ ചിത്രം എന്ന് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അറിയിക്കാനുള്ള ജെംസ്, നമുക്ക് ഈ രാത്രിയുടെ ഒരു അർദ്ധരാത്രിയാണല്ലോ ഇത്രയും വലിയൊരു മഹാദുരന്തം വന്നു ഭവിച്ചത്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ല. പക്ഷേ പള്ളിയിൽ CCTV ഉണ്ടായിരുന്നു. ആ CCTV വർക്കിംഗ് ആയിരുന്നു. ഇന്നലെ റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ വന്ന് ഈ തകരാനായ കയ്യും കാലും കുത്തി നിൽക്കുന്ന പള്ളിയാണ്, അതിന്റെ അകത്തേക്ക് കയറുക എന്നുള്ളത് വളരെ ശ്രമകരമായ, വളരെ വെല്ലുവിളിയുള്ള, വളരെ ഭീതിയുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഉദ്യോഗസ്ഥർ അതിനകത്ത് പോയി ഈ CCTVയുടെ ഹാർഡ് ഡിസ്ക് റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. ആ ഹാർഡ് ഡിസ്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ വെള്ളത്തിന്റെ വരവ്, ആ മലവെള്ളപ്പാച്ചിലിന്റെ വരവ്, എന്താണ് ആ രാത്രിയിൽ അവിടെ സംഭവിച്ചു പോയത് എന്നുള്ളതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടും. അതൊരു പക്ഷേ ഈ സമയത്ത് ഈ ദുരന്ത ബാക്കിയായി നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ദൃശ്യം കൂടിയായിരിക്കും. എന്തായാലും നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിശ്വസനീയം എന്ന് നമ്മൾ ആലങ്കാരികമായി പറയുകയല്ല, അത് അവിശ്വസനീയം തന്നെയാണ്. ഇങ്ങനെ വെള്ളം ഒഴുകി വന്ന് ഇത്രമേൽ വലിയൊരു നാശനഷ്ടം, അതും ഒരു പൊട്ടുപോലെയുള്ള ഒരു ഭാഗം മാത്രം പൊട്ടി വന്ന് ഇത്രയും വലിയൊരു ഭീമാകാരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് നമ്മളിപ്പോ ഈ സ്പോട്ട് കൃത്യമായി കാണാതെ പുറത്തുനിന്ന് ഒരാൾക്ക് ഇത് മനസ്സിലാകില്ല. ഈ സ്പോട്ട് കാണുമ്പോൾ മാത്രമാണ് ഇതിന്റെ ഭീകരത വെളിപ്പെടുന്നത്. എന്തായാലും 407 എന്നുള്ള അനൌദ്യോഗികമായ മരണക്കണക്കിലേക്ക് നമ്മൾ എത്തുന്നു. അത് തീർത്തും അനൌദ്യോഗികമാണ്. 200-ലേറെ പേര് ഇനിയും കണ്ടെത്താനുണ്ടെന്ന് ഇവിടെ പ്രദേശവാസികൾ, നാട്ടുകാരും പറയുന്നു. ചില നാട്ടുകാർ പറയുന്നു അത് 300-ലധികം വരുമെന്ന്. കാരണം തിരിച്ചറിയാനാവാത്ത കുടുംബത്തിൽ എത്ര പേരുണ്ടായിരുന്നു അറിയാൻ കഴിയാത്ത, ഒരാൾ പോലും ജീവനോട് അവശേഷിക്കാത്ത എത്രയോ വീടകങ്ങളുണ്ട്. അവിടെ വരുന്നവരുണ്ടായിരുന്നോ കൃത്യമായ എണ്ണം നമുക്ക് കിട്ടാൻ കഴിയുന്നില്ല. അതിപ്പോ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ തകർന്ന വീടുകളുടെ എണ്ണം നമ്മുടെ മുന്നിലുണ്ട്. ആ വീടുകളിലൊക്കെ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യം. കഴിഞ്ഞ ദിവസം 11 പേർ മരിച്ച നൌഫലിന്റെ വീട്ടിൽ നൌഫലിന്റെ ജ്യേഷ്ഠൻ മൻസൂറും കുടുംബവും തൊട്ട് താഴെ അവരുടെ പാടിയിലായിരുന്നു താമസിച്ചത്. അപ്പോൾ ഈ വെള്ളം വരുന്നുണ്ടെന്ന് കരുതി ഈ ഉപ്പായും ഉമ്മയും നീ ഇങ്ങോട്ട് പോര്, ഇന്ന് ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാ. ആ പാടി പൊളിഞ്ഞതുമില്ല, ആ വീട് മുഴുവനായും പോവുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഒട്ടും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ ദുരന്ത ബാക്കിയാണ് ഇവിടെ കാണുന്നത് മുഴുവൻ. കണ്ണീരും സങ്കടവും നിരാശയും ശൂന്യതയും മാത്രം ബാക്കിയായ ഒട്ടേറെ മനുഷ്യജന്മങ്ങളെ നമ്മൾ ഇവിടെ കാണുന്നു എന്നുള്ളതാണ് ജിംസ്.